നമസ്കാരം. ഇന്ന് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ പുതിയൊരു പ്രോപ്പർട്ടി പഠിക്കാൻ പോവാണ്. ആ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്ത് ഇൻ്റഗ്രൽ വന്നാൽ എങ്ങനെയാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുന്നത്. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t f of t dt. ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്ത് ഒരു ഇൻ്റഗ്രൽ വന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രലിന് പകരം നമ്മളൊരു 1/s ഇടും. 1/s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. അതായത് ഇൻ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഒരു 1/s മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് ആ പ്രോപ്പർട്ടി. ഞാൻ പറയുന്നതിനേക്കാളും നമുക്ക് ആ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത പ്രോപ്പർട്ടി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി. നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുമ്പം അതിനകത്തൊരു ഇൻ്റഗ്രൽ വരുവാണെങ്കിൽ, ഇൻ്റഗ്രൽ 0 to t എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ ആ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ആൻസർ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്കറിയാം എപ്പോഴത്തേയും പോലെ തന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ഇൻ ടൈംസ് ഓഫ് വേറൊരു ഡൊമൈനിൽ എസ് എന്ന ഡൊമൈനിലാകട്ടെ ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി. ഈ ടി എന്ന് പറയുന്ന ലിമിറ്റാണ്. വേണമെങ്കിൽ ഇവിടെ എഫ് ഓഫ് യു ഡി യു എന്നാണ് നിങ്ങൾ ടെസ്റ്റ് കിടപ്പുള്ളത്. പക്ഷെ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ എഫ് ഓഫ് ടി എന്നല്ലേ തരിക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ടീയും തമ്മിൽ ഇത് ലിമിറ്റ് ചെയ്യാനേ. എഫ് ഓഫ് യു ഡി യു എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ എപ്പോഴും ടിയുടെ ടേംസിലാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ടിയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി ഈസ് ഈക്വൽ ടു 1/s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടിയുടെ ആൻസർ. അതായത് ഈ ഇൻ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യണം. അതാണ് എഫ് ഓഫ് ടി. ആ എഫ് ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് എഫ് ഓഫ് എസ്. ദാറ്റ് ഈസ് 1/s ഇൻറ്റു ആ ആൻസറും കൂടെ അവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിൽ എങ്ങനെ എഴുതാം? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി ഇസ് ഈക്വൽ ടു 1/s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണേ. ഇപ്പോൾ ഇൻ്റഗ്രൽ വരികയാണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്തൊരു ഇൻ്റഗ്രൽ സിമ്പലും അതിൻ്റെ ലിമിറ്റ് 0 to t എന്നും വരുവാണെങ്കിൽ 1/s ഇൻറ്റു ഇൻ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷനിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്താൽ മതി. ആ ഇൻ്റഗ്രൽ പോകാനാണ് 1/s എന്നുള്ള സിമ്പിൾ ഇടുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മാത്രം ഈ വീഡിയോയിൽ മാത്രം തുടങ്ങിയപ്പോൾ ഞാൻ e⁻t മൾട്ടിപ്പിൾ വരണമെങ്കിൽ ആദ്യം e⁻t യൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രലിനകത്താണ് e⁻t വരണമെങ്കിൽ നമുക്ക് ആദ്യം ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ല e⁻t പുറത്ത് വരുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ്, അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻t ഇൻറ്റു ഇൻ്റഗ്രൽ t sin t 0 to t sin t dt എന്ന് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t sin t ഫൈൻഡ് ചെയ്തിട്ട് അവിടെ ഇൻ്റഗ്രൽ 0 to t sin t ഫൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് s is equal to s minus എന്ന് കൊടുക്കാം. ബട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ e⁻t ഇൻറ്റു sin t എന്ന് വന്നാൽ അവിടെ നമുക്ക് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആദ്യം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ എന്ത് തന്നെ ചെയ്യണം? ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കാത്തത്. അപ്പോൾ നിങ്ങൾ നോക്കുക, പ്രോഡക്റ്റ് വരുമ്പോൾ ഇൻ്റഗ്രലിൻ്റെ പുറത്താണ് e⁻t എങ്കിൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഫസ്റ്റ് അപ്ലൈ ചെയ്യുക. ഇൻ്റഗ്രലിനകത്താണ് e⁻t വരണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് മറ്റു പ്രോപ്പർട്ടിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ പ്രൂഫ് ഞാൻ ചെയ്യുന്നില്ല. ഈ പ്രോപ്പർട്ടി നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലം ഇന്നത്തെ ക്ലാസ് തുടങ്ങും മുമ്പ് തന്നെ പറയട്ടെ, കഴിഞ്ഞ ഒരു വീഡിയോ, അതായത് ഡിവിഷൻ ബൈ ടി എന്ന് പറയുന്നൊരു വീഡിയോയ്ക്കകത്തൊരു പ്രോബ്ലം ചെയ്തപ്പോൾ അതുകൊണ്ടാണ് ഈ ഷീറ്റ് തന്നെ ആദ്യം വെച്ചേക്കുന്നത്. ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 - cos t/t² എന്ന് പറയുന്ന പ്രോബ്ലം ചെയ്ത് ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് ഏതാണ്ട് അവസാനം ഈ മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചിട്ട് അത് പ്ലസ് ആകുന്നുണ്ടായിരുന്നു. സോ ഇവിടെ അത് പ്ലസ് ആയിരുന്നു സിമ്പിൾ. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ഇവിടെ അത് പ്ലസ് സിമ്പിളായിരുന്നു, പ്ലസ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പ്ലസ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് എന്നാണ് വരുന്നത്. അപ്പോഴേക്ക് ഇത് പ്ലസ് π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് എന്നാണ് വരുന്നത്. സോ ഇത് ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എസ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാമെന്ന് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിമ്പിൾ ഞാനൊന്ന് മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ അത് പിന്നെ വീഡിയോ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ അത് തന്നെ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t cos 2t dt. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോമിന് നമ്മുടെ ഓരോ പ്രോപ്പർട്ടിയായിട്ട് നമ്മൾ മനസ്സിലാലോചിക്കുകയാണ്. e⁻t മുതൽ ആലോചിക്കാം. പക്ഷേ ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്ത് എന്തുണ്ട്? ഇൻ്റഗ്രൽ ഉണ്ട്. അപ്പോൾ ഇൻ്റഗ്രലുള്ള ഒരേ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി ഇസ് ഈക്വൽ ടു എന്തുവായിരുന്നു? അത് 1/s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഇന്റഗ്രലിനകത്തുള്ള ഫംഗ്ഷൻ ഏതാണോ ആ ഫംഗ്ഷനെ എന്ത് ചെയ്താൽ മതി? ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഒരു 1/s മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
എളുപ്പമൊന്നും ഈ പ്രോപ്പർട്ടി ക്വസ്റ്റ്യൻ കാണുമ്പോൾ മാത്രം ഇച്ചിരി പ്രയാസമായിട്ട് തോന്നുക. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 0 to t cos 2t dt is equal to 1/s into ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇവിടുത്തെ എഫ് ഓഫ് ടി എന്തുവാണ് cos 2t. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് cos 2t നമ്മൾ കുറേ പ്രാവശ്യം ഫോമിൽ എഴുതിയതാണ് എങ്കിലും പറയുക. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് cos at എന്തുവാണ് a/, ആണോ s/, ആണോ? s/s² പ്ലസ് a². അത് മറന്നു പോരുത്. cos hat വന്നാലും cos at വന്നാലും s/, എന്നാണ് വരേണ്ടത്. സോ ദിസ് ഈക്വൽ ടു 1/s ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് s/s² പ്ലസ് a². ഇപ്പം എന്ത് പറ്റും? പുറത്തുള്ള എസും അകത്തുള്ള എസും ക്യാൻസലായി പോയിട്ട് ആൻസർ ഇസ് ഈക്വൽ ടു 1/s² പ്ലസ് a². സോ ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ ആൻസർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് integral 0 to t e raised to minus 3t cos 2t dt. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് ഈ റേസ്റ്റിൻ്റെ മൾട്ടിപ്പിൾ ഒന്ന് ആദ്യം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം. പക്ഷേ ഇവിടെ ആദ്യം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഇൻ്റഗ്രൽ കിടപ്പുണ്ട്. ഇൻ്റഗ്രലിനകത്ത് ഫംഗ്ഷനാണ് ഈ റേസ്റ്റ് മൈനസ് 3t. സോ നമ്മൾ ആദ്യം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് ഏത് പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യാം? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t f of t dt is equal to 1/s into ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് ടി. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോമിൽ ആദ്യമേ എഴുതി വെച്ചു. ആ ഫോമിലേക്കകത്തേക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എപ്പോഴും പ്രോബ്ലം ക്വസ്റ്റ്യൻ എക്സാമിന് കിട്ടിയാൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എഴുതിയിട്ട് മാത്രം ബാക്കി പ്രോബ്ലം ചെയ്യുക. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t e raised to minus 3t into cos 2t dt is equal to ഇൻ്റഗ്രൽ മാറാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഫ്രണ്ടിൽ ഒരു 1/s കൊടുത്താൽ മതി. എന്നിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രലിനകത്തുള്ള ഈ ഫംഗ്ഷനാണ് എഫ് ഓഫ് ടി ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 3t ഇൻറ്റു കോസ് 2t. കഴിഞ്ഞില്ലേ? ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ബാക്കി എന്ത് ചെയ്യണം? നമ്മൾ എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് 3t കോസ് 2t എന്ന് പറയുന്നത് എന്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യണം? ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യണം. നമുക്ക് ഇനി ഇക്വേഷൻ 1 എന്ന് മാറ്റി നിർത്തിയിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്ത് ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതിന് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തി. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 3t ഇൻറ്റു കോസ് 2t ഞാൻ ഫൈൻഡ് ചെയ്യുക. അതിനെന്ത് പ്രോപ്പർട്ടിയാണ് നമുക്ക് വേണ്ടത്? നമ്മുടെ പ്രോപ്പർട്ടി എന്തുവാണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു at ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു at ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് വന്നാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എസിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 3t ഇൻറ്റു കോസ് ടി ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 3t ഇൻറ്റു കോസ് 2t ഈസ് ഈക്വൽ ടു ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ കോസ് 2t ആണ്. അത് ഫൈൻഡ് ചെയ്തിട്ട് എസിൻ്റെ സ്ഥാനത്ത് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എസ് മൈനസ് എ. മൈനസ് എ എന്ന് പറയുന്നത് ഇവിടെ -3. സോ എസ് മൈനസ് ഓഫ് -3 എന്ന് പറയുമ്പോൾ എസ് പ്ലസ് 3 എന്ന് വരും. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് വരണേ? ദിസ് ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 2t എന്തുവാണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് at. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ എഴുതിയതാ. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് at ഈസ് ഈക്വൽ ടു s/s² പ്ലസ് a². എ വരുന്നത് സൈനാണ് ന്യൂമറേറ്ററിൽ, കോസ് വരുമ്പോൾ എസ് എന്നാണ് വരുന്നത്. സോ അത് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ s/s² പ്ലസ് a², വെയർ s ഇസ് ഈക്വൽ ടു s പ്ലസ് 3. ഇനി എസിൻ്റെ സ്ഥാനത്ത് s പ്ലസ് 3 കൊടുക്കാം. എസിൻ്റെ സ്ഥാനത്ത് s പ്ലസ് 3 കൊടുക്കുമ്പോൾ ഇത് s പ്ലസ് 3 s പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് a² എന്ന് പറയുന്നത് ഇവിടെ 4 അല്ലേ? അത് ഞാൻ എഴുതാൻ പറ്റും. a² ഇസ് ഈക്വൽ ടു 4 ആണ്. x പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4. വേണമെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ തന്നെ നിർത്തിയിരുന്നാലും മതി. നമുക്ക് ഇതിനെ എങ്ങനെ തന്നെ നിർത്തിക്കാം. വെറുതെ എക്സ്പാൻഡ് ചെയ്ത് അത്രയും സമയം കളയണ്ട. അപ്പം ഇനി എന്താ ഇത്? ഇ റൈസ് ടു മൈനസ് 3t ഇൻറ്റു കോസ് 2tയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്തത്. ഇതിനെ കൊണ്ട് ആ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 ടു t ഇ റൈസ് ടു മൈനസ് 3t ഇൻറ്റു cos 2t dt is equal to 1/s into ഈ സ്റ്റെപ്പാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരേണ്ടത്? s പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4. ഇവിടെ വെച്ച് ചെയ്ത് നിർത്താം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രം വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് പോയാൽ മതി. നമുക്കിപ്പം ഇതുപോലൊരു ക്വസ്റ്റ്യൻ എക്സാമിന് 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോഴേക്കും നിർത്താം. ഈ x പ്ലസ് 3 ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്ത് വീണ്ടും സ്റ്റെപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. Next question, find Laplace transform of integral 0 to t
ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി ദ ഹോൾ ബൈ ടി ഡി ടി. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി ദ ഹോൾ ബൈ ടി ഡി ടി. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ആദ്യം ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം? ആദ്യം നമുക്ക് നമ്മളിപ്പോഴും ചെയ്യുന്ന പോലെ ഇൻ്റഗ്രലാണ് അകത്തുള്ളത്. സോ ഇൻ്റഗ്രലിൻ്റെ ഫോമുല യൂസ് ചെയ്യാം. എന്താ ഇൻ്റഗ്രലിൻ്റെ ഫോമുല? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി ഡി ടി ഈസ് ഈക്വൽ ടു 1/s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഇൻ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 ടു ടി ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി ബൈ ടി ഡി ടി ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ എഫ് ഓഫ് ടി കണ്ടോ, ഇതാണ് എഫ് ഓഫ് ടി. അത് നമുക്ക് 1/s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രലിനകത്തുള്ളത് ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി ബൈ ടി എന്ന് എഴുതാം. ഇതാണ് ഞാൻ ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക. എന്തിനാ ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയേ? അകത്തുള്ള ആളുടെ ഫൈൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അകത്തുള്ള ആളുടെ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ അകത്തുള്ള ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ് നോക്കുന്നത് അത് ഏതൊക്കെയുണ്ട് അവിടെ. ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി ദ ഹോൾ ബൈ ടി. അപ്പം നമ്മുടെ രണ്ട് പ്രോപ്പർട്ടി വരുന്നുണ്ട്. ഇ റൈസ് ടു എ ടിയുടെ പ്രോഡക്റ്റ് എന്നുള്ളതും വരുന്നുണ്ട്, ഡിവിഷൻ ബൈ ടിയും വരുന്നുണ്ട്. അങ്ങനെ ആ 3 പ്രോപ്പർട്ടിക്കകത്തും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇ റൈസ് ടു എ ടി വന്നാൽ നമ്മൾ ആദ്യം ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തുള്ളൂ. അതായത് ഫസ്റ്റ് നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്നുള്ള ഫോമിൽ വന്നാൽ ഫോമിൽ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി കണ്ടുപിടിച്ചിട്ട് അവിടെ എസിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? എസ് മൈനസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്തുള്ള എന്താ? ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ ടി ബൈ ടീനെ നമ്മൾ ഒന്നിച്ച് എഴുതി ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് ടിയുടെ കൂടെ ഉള്ളത് സൈൻ ടി ബൈ ടി അല്ലേ. അപ്പം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ബൈ ടി ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എസിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ഞാൻ ഇക്വേഷൻ 2 എന്ന് മാറ്റി നിർത്തി. എന്തിനാ ഇക്വേഷൻ 2 എന്ന് മാറ്റി നിർത്തിയേ? എഗെയിൻ അതിനകത്ത് എന്ത് വന്നിരിക്കുവാണ്? അഗെയിൻ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ബൈ ടി പ്രോപ്പർട്ടി വന്നേക്കാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഇസ് ഈക്വൽ ടു ഫോമുല എന്തുവായിരുന്നു? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഡി എസ്. അപ്പോൾ ആ ഫോമിൽ നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ആ ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് വരേണ്ടത്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ബൈ ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ന്യൂമറേറ്റർ ദറ്റ് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ഇൻറ്റു ഡി എസ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി എന്താണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി ഇസ് ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ ആ ഫോമിൽ അവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ this is equal to integral s to infinity 1/s square plus 1 ds. എന്താ അവിടെ 1 എന്ന് വന്നേ? ഇവിടുത്തെ എയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ബാക്കി ചെയ്യാമല്ലോ. ബാക്കി ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്തുവാണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ആ ഫോമിൽ അപ്ലൈ ചെയ്യുമ്പം ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ലിമിറ്റ് ഈസ് ഫ്രം എസ് ടു ഇൻഫിനിറ്റി. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ tan inverse infinity minus tan inverse s. tan inverse infinity എന്താണ്? പൈ ബൈ 2 മൈനസ് tan inverse s. വേണമെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് എഴുതാം? കോട്ട് ഇൻവേഴ്സ് എസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ അതിന് അവിടെ തന്നെ അങ്ങനെ നിർത്തിയിരിക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇയാളെ നമ്മൾ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? കിട്ടിയ ആൻസറിന് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 2 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ 2-നകത്തല്ലേ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ബൈ ടി അല്ല, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ബൈ ടി നമ്മൾ ഫൈൻഡ് ചെയ്തു. അതിനെക്കൊണ്ട് ഇക്വേഷൻ 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus t into sin t by t is equal to എന്തുവാ അവിടെ വരേണ്ടേ? പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് വേർ എസ് ഇസ് ഈക്വൽ ടു എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? എസ് ഇസ് ഈക്വൽ ടു എസ് മൈനസ് എ എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ എ എന്തുവായിരുന്നു? -1 ആയിരുന്നു. അപ്പോൾ ഇത് എസ് പ്ലസ് 1 എന്നാണ് വരേണ്ടത്. എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1. ആ എസിൻ്റെ സ്ഥാനത്ത് എസ് പ്ലസ് 1 വരുമ്പോൾ ഇത് പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് പ്ലസ് 1 എന്ന് വന്നു. കഴിഞ്ഞ ആൻസർ ഇല്ല, ഇത് ഇക്വേഷൻ 2-ൽ ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ ടി ബൈ ടീൻ്റെ ആൻസർ ആയുള്ളൂ. അപ്പോൾ അയാളെ കൊണ്ട് ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 ടു ടി ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി ബൈ ടി ഡി ടി ഇസ് ഈക്വൽ ടു ഒരു 1/s ഫ്രണ്ട് നിൽക്കുന്നുണ്ടോ? അപ്പോൾ 1/s ഇൻറ്റു ആ ഇൻ്റഗ്രലിനകത്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി ബൈ ടീൻ്റെ ആൻസറാണ് പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് പ്ലസ് 1. അപ്പോൾ അതവിടെ എഴുതുക. പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് പ്ലസ് 1
വേണേലത് 1/s ഇൻറ്റു കോട്ട് ഇൻവേഴ്സ് s+1 ഒന്നും ആവാം എൻ്റെ ആൻസർ. ഒബ്ജക്റ്റീവ് ടൈപ്പാണ് ക്വസ്റ്റൻ എങ്കിൽ നമുക്ക് അങ്ങനെ ആയിരിക്കും ആൻസർ ചിലപ്പോൾ കിടക്കുക. അതുകൊണ്ടാണ് അത് എപ്പോഴും എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കൈ കിട്ടുമ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്ത് ഇൻറ്റഗ്രൽ ആണുള്ളതെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇ റേസ്റ്റുവിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇ റേസ്റ്റുവിന് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ചെയ്തിട്ട്, ഇ റേസ്റ്റ് പുറത്താണെങ്കിൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ചെയ്തിട്ടേ അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം എടുത്ത് നോക്കാം. Next question, Laplace transform of e raised to minus 4t into integral 0 to t sin 3t dt. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്ത് ഇൻറ്റഗ്രലും ഉണ്ട്, ഇ റേസ്റ്റ് മൈനസ് 4t ഉണ്ട്. ബട്ട് ഇൻറ്റഗ്രലിനകത്തല്ല ഇ റേസ്റ്റ് മൈനസ് 4t. അപ്പോൾ ഇ റേസ്റ്റ് മൈനസ് 4t ഇൻറ്റു എന്നുള്ള ഫോമിൽ വന്ന ആദ്യം ഏത് പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യേണ്ടത്? ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എഴുതാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ്റ്റ് ടു at ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി വെയർ എസ് ഇസ് ഈക്വൽ ടു എസ് മൈനസ് എ. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് 4t ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ടി സൈൻ 3t dt ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് 4tയുടെ കൂടെയുള്ള ഫംഗ്ഷൻ, അതായത് ഇവിടെ ഏതാ ഫംഗ്ഷൻ? ഇൻറ്റഗ്രൽ 0 ടു ടി ഇൻറ്റു സൈൻ 3t dt. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യണം. തീർന്നില്ലല്ലോ. അത് കിട്ടുന്ന ആൻസറിനകത്ത് എസിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? -4. അപ്പോൾ s+4 നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇയാളെ ഞാൻ ഇക്വേഷൻ 1 എന്ന് മാറ്റി നിർത്തുക. കാരണം എന്താ? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻറ്റഗ്രൽ 0 ടു ടി സൈൻ 3t കണ്ടുപിടിച്ചാലല്ലേ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻറ്റഗ്രൽ 0 ടു ടി സൈൻ 3t ഫൈൻഡ് ചെയ്യാനായിട്ട് ഏത് റിസൾട്ടാണ്? ഇന്ന് നമ്മൾ പഠിച്ച റിസൾട്ട്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻറ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി dt ഈസ് ഈക്വൽ ടു 1/s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻറ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് ടി. അപ്പോൾ ഇവിടെ എന്താ? ഇൻറ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷൻ ടി ഇൻറ്റു സൈൻ 3t. അപ്പം നോക്കിയേ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇത് മാത്രം, ഈ ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്തുള്ള ഇൻറ്റഗ്രലിൻ്റെ മാത്രം ചെയ്യുവാണേ. ഇൻറ്റഗ്രൽ 0 ടു ടി ഇൻറ്റു സൈൻ 3t dt ഇസ് ഈക്വൽ ടു 1/s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻറ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷൻ ടി ഇൻറ്റു സൈൻ 3t. That is equation 2. എന്തിനാണ് ഇക്വേഷൻ 2 എന്ന് മാറ്റി നിർത്തിയേ? ഇവിടെ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ടി ഇൻറ്റു സൈൻ 3t നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യണം. അപ്പം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് അടുത്ത പ്രോപ്പർട്ടി എന്തുവാണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു d/ds ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ആ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു സൈൻ 3t ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു d/ds ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 3t. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 8t എന്തുവാണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 8t എന്ന് പറഞ്ഞാൽ a/s² പ്ലസ് a². അപ്പോൾ ആ ഫോമിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു -d/ds ഓഫ് a/ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? 3/s² പ്ലസ് 9. കഴിഞ്ഞൊരു പ്രോബ്ലത്തിൽ ഇതുപോലത്തെ തന്നെ വാല്യൂസ് നമ്മൾ ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ ഇത് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ദിസ് ഈക്വൽ ടു മൈനസ് ഓഫ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്, ഡിനോമിനേറ്റർ ഇൻറ്റു ദറ്റ് ഈസ് x² പ്ലസ് 9 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3 ദറ്റ് ഈസ് 0 മൈനസ് ഓഫ് ന്യൂമറേറ്റർ ഇൻറ്റു ദറ്റ് ഈസ് x² പ്ലസ് numerator into 3 into derivative of denominator is 2s the whole by denominator square that is x² plus 9 the whole square. അപ്പോൾ 3 into 2 എന്ന് പറയുമ്പോൾ 6 വരും. -6x ബ്രാക്കറ്റിനകത്തും പുറത്തെ മൈനസും കൂടെ ചേർന്ന് 6s by s² പ്ലസ് 9 the whole square എന്ന് എൻ്റെ ആൻസർ കിട്ടി. ഇപ്പോൾ എന്തിൻ്റെ ആൻസറാണ് കിട്ടിയത്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു സൈൻ 3tൻ്റെ ആൻസറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇയാളെ കൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ 2 എങ്ങനെയായി മാറും? ഇക്വേഷൻ 2 ഇംപ്ലൈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻറ്റഗ്രൽ 0 ടു ടി ഇൻറ്റു സൈൻ 3t dt is equal to 1/s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ 3tൻ്റെ ആൻസറായി കിട്ടിയിരിക്കുന്നത്. ഇയാളെ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് 6s by s² പ്ലസ് 9 the whole square എന്നായി. ഈ എസും എസും ക്യാൻസൽ ആകുമ്പോൾ ബാക്കി എന്തേ ഉള്ളൂ? 6/s² പ്ലസ് 9 the whole square എന്ന് വന്നു. ഇനി ഈ ഇക്വേഷൻ 2 എന്ന് പറയുന്നതിൻ്റെ ഈ ഇൻ്റഗ്രലിൻ്റെ ആൻസറിനെ കൊണ്ട് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ 1 എങ്ങനെയായി മാറും? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to -4t ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു
t sin 3t dt is equal to ആ കിട്ടിയ ആൻസർ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽ 0 to t t sin 3t dt യുടെ ആൻസർ അല്ലേ കിട്ടിയിരിക്കുന്നത്. ആ ആൻസറിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 6/s² + 9 the whole square. മറക്കാൻ പാടില്ല, ബ്രാക്കറ്റിന് പുറത്ത് s is equal to s+4 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ആ s+4 സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ 6/s+4 the whole square + 9 the whole square. ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇ റൈസ് പ്രോഡക്റ്റ് പുറത്ത് ഇന്റഗ്രലിന്റെ പുറത്താണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം തന്നെ യൂസ് ചെയ്യും. ബട്ട് വേറെ പ്രോബ്ലങ്ങളിലൊക്കെ ചെയ്തപ്പോൾ എന്തുകൊണ്ട് ആദ്യം ഇന്റഗ്രലിന്റെ ഫോമിൽ യൂസ് ചെയ്യേണ്ടി വന്നാൽ ഇന്റഗ്രലിനകത്താണ് ഇ റൈസ് എങ്കിൽ നമുക്ക് ആദ്യം ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഷിഫ്റ്റിംഗ് തിയറത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ചെയ്ത് നോക്കാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ തരാം. അതിൽ ഫസ്റ്റ് വൺ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു ഇന്റഗ്രൽ 0 to t e⁻⁴t ഇൻറ്റു sin 3t dt. ഇവിടെ വേണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഇഷ്ടം ആദ്യം ഏത് പ്രോപ്പർട്ടി ടി ഇൻറ്റു എന്നുള്ള രീതിയിൽ അല്ല ടി ഇൻറ്റു f(t) വരുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പിന്നെ അകത്തുള്ള ഇന്റഗ്രൽ 0 to t അത് ഫൈൻഡ് ചെയ്യാം. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻t ഇൻറ്റു ഇന്റഗ്രൽ 0 to t sin t/t dt. ഇതിപ്പോൾ നമ്മൾ ചെയ്തതുപോലെ e⁻t എന്ന് പറയുമ്പോൾ ആദ്യം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി തന്നെ നമ്മൾ യൂസ് ചെയ്യണം, പിന്നെ ബാക്കിയുള്ള പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t ഇൻറ്റു ഇന്റഗ്രൽ 1/t ഇൻറ്റു ഇന്റഗ്രൽ 0 to t e⁻t sin t dt. ഈ പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും ഇന്റഗ്രലിനകത്തൊരു വലിയ എക്സ്പ്രഷൻ വരും. ആ എക്സ്പ്രഷൻ സോൾവ് ചെയ്യാനായിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ a/s + b/ എന്നുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യേണ്ടത്. ആ പ്രോബ്ലം ചെയ്ത് നോക്ക്, എന്നിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് ബാക്കിയുള്ള ആൻസേഴ്സ് ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടാത്ത ഡൗട്ടുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് ഒന്നിച്ചിട്ട് തരാം. നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിന് മൊത്തം 5 പ്രോപ്പർട്ടി പഠിച്ചു. ഇപ്പോൾ അതിൽ 4 പ്രോപ്പർട്ടി നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി, ഡിവിഷൻ ബൈ ടി എന്ന് പഠിച്ചത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ആൻ ഇന്റഗ്രൽ. ഈ 4 പ്രോപ്പർട്ടിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആദ്യത്തെ 3 പ്രോപ്പർട്ടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് e⁻t ആ പ്രോഡക്റ്റിനകത്ത് എവിടെയെങ്കിലും വന്നാൽ ആ ഒരു പ്രോപ്പർട്ടി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് മറ്റേതെങ്കിലും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ബട്ട് ഇന്ന് പഠിച്ച പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്തുവാണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ ഇന്റഗ്രൽ വരുമ്പോൾ ഇന്റഗ്രലിനകത്ത് e⁻t ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമോ? ഇല്ല. ഇന്റഗ്രലിനകത്താണ് e⁻t വരണമെങ്കിൽ നമുക്ക് ആദ്യം ഇന്റഗ്രലിന്റെ ഫോമുല യൂസ് ചെയ്യണം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽ 0 to t വന്നാൽ 1/s ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f(t) എന്നുള്ള ഫോമുല യൂസ് ചെയ്തിട്ട് പിന്നെ ആ ഇന്റഗ്രലിനകത്ത് എന്തൊക്കെയാണോ ഉള്ളത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഓർഡറിൽ e⁻t ഉണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് പ്രിഫറൻസ്, പിന്നെ ഓരോ ഓർഡറിൽ നമ്മൾ ബാക്കി പ്രോബ്ലം ചെയ്യും. അപ്പോൾ അത് ഓർക്കണം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽ വരുമ്പോൾ അതിനകത്ത് e⁻t ഉണ്ടെങ്കിൽ e⁻t ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം എന്ത് തന്നെ ചെയ്യണം? ഇന്റഗ്രൽ തന്നെ ചെയ്യണം. ബട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻t ഇൻറ്റു ഇന്റഗ്രൽ എന്നുള്ള ഫോമിൽ വന്നാലോ അവിടെ നമുക്ക് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഈ 2 ടൈപ്പിലെ പ്രോബ്ലം ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരു 3 പ്രോപ്പർട്ടി ഒന്നിച്ച് അതിനകത്ത് കവർ ചെയ്യും. 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനും പറ്റും. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എഞ്ചിനീയറിംഗിൻ്റെ എല്ലാ പോർഷനും ഇനി ഓരോ ദിവസമായിട്ട് ഇടുന്നതാണ്. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക.